ഇപ്പോൾ അങ്ങയുടെ പിതാവ് തന്നെ പറയുണ്ടായി കുടുംബം വേറെ രാഷ്ട്രീയം വേറെ. ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പിതാവുമായിട്ട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇതിനിടയ്ക്ക്? എന്താണ് ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു ഒരു മാനസിക ഐക്യം എങ്ങനെയാണ്? ഞാനെപ്പോഴും പറയുന്നത് തന്നെയാണ്, അദ്ദേഹം എൻ്റെ പിതാവാണ്. എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. അതൊന്നും ഒരിക്കലും മാറിയിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ഇടയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കുടുംബം വേറെ രാഷ്ട്രീയം വേറെ. കുടുംബപരമായിട്ട് എനിക്ക് അദ്ദേഹത്തിനോട് വളരെ ബഹുമാനവും സ്നേഹവും മാത്രമേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയപരമായി എൻ്റെ രാഷ്ട്രീയം ശ്രീ നരേന്ദ്രമോദിജിയിൽ പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയോ വ്യക്തിക്കെതിരെയോ അല്ല ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന പാർട്ടി ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യയെ മുന്നോട്ട് പോകാൻ അദ്ദേഹം പരിശ്രമിക്കുന്നു. അതിലാകൃഷ്ടനായി ഞാനും കോടിക്കണക്കിന് യുവതിയുവാക്കൾ ഈ പാർട്ടിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ഏതെങ്കിലും അത് കാരണം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അദ്ദേഹം ചില പരാമർശങ്ങളൊക്കെ നടത്തുകയുണ്ടായി എന്നെക്കുറിച്ച്. പക്ഷേ എനിക്ക് ആകപ്പാടെ പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യൻ ജനത കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും പൂർണ്ണമായി തള്ളിക്കളഞ്ഞൊരു പ്രസ്ഥാനമാണ്. കാരണം ഓരോ BJP പ്രവർത്തകനും ഓരോ BJP നേതാവും എല്ലാവരും എവിടെ പോയാലും അവർ പറയുന്നത് എന്താണ്? നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അടുത്ത 25 വർഷത്തിൽ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രീ നരേന്ദ്രമോദിജിയുടെ സങ്കല്പത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഓരോ കോൺഗ്രസ്സുകാരനോടും ചോദിച്ചാൽ, ഇന്നത്തെ കോൺഗ്രസ്സുകാരനോട് ചോദിച്ചാൽ, ഇതുവരെ ഒരു കോൺഗ്രസ്സുകാരൻ പോലും നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഒരാൾ പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും പറയുന്നത് നമ്മുടെ കൂറ് നെഹ്റു കുടുംബത്തിനോടാണ്, ഗാന്ധി കുടുംബത്തിനോടാണ്, അല്ലെങ്കിൽ നമ്മൾ ഗാന്ധി കുടുംബത്തിനോടൊപ്പമാണ്. ഇങ്ങനെ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, ഒരു ഫാമിലി എൻ്റർപ്രൈസിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി മാറി. ഇത് കാരണമാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഈ പാർട്ടിയെ ജനം ഒരു പ്രതിപക്ഷ സ്ഥാനത്തിന് പോലും അർഹമല്ലാത്ത രീതിയിൽ തോൽപ്പിക്കുകയും ഇന്ന് രാജ്യത്തിന് വേണ്ടിയും രാജ്യനന്മയ്ക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ പ്രയത്നിക്കുന്ന മോദിജിക്ക് വേണ്ടിയും ജനങ്ങൾ വോട്ട് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം അങ്ങ് TG നന്ദകുമാർ ഉന്നയിച്ച ആരോപണങ്ങളെപ്പറ്റി അത് പിന്നീട് നിയമ നടപടികളിലേക്കൊക്കെ പോകുമെന്നാണ് പറഞ്ഞത്. വോട്ടർമാരെ ആ ഒരു വിഷയം സ്വാധീനിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ വ്യക്തമായി താങ്കളുടെ അടുത്ത് തന്നെ, താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരോടാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കേരളം ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനങ്ങളുള്ള ഈ സ്ഥലത്ത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം ഇദ്ദേഹം 15 വർഷം മുമ്പ് നടന്നു എന്നുള്ളൊരു കാര്യം ഒരു തെരഞ്ഞെടുപ്പിന് ഇത്ര നാൾ എവിടെയായിരുന്നു. എന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പിന് 15 ദിവസം മുമ്പ് വന്ന് എന്തൊക്കെയോ പറയുന്നു, എന്നിട്ട് ഒരു തെളിവുമില്ലാതെ എന്തൊക്കെയോ പറയുന്നു. അത് കഴിഞ്ഞ് അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? അതും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. അത് ജനങ്ങൾ അതുപോലെ തന്നെ തള്ളിക്കളയും. അവസാനം ഒരു ചോദ്യം കൂടി. പ്രകടന പത്രിക വികസന രൂപരേഖ അങ്ങ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. ധാരാളം വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എസ്പെഷ്യലി ശബരിമല. അതിൽ വ്യക്തമായിട്ടുള്ളൊരു വിഷനോട് കൂടിയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശബരിമലയെ പറ്റി അങ്ങ് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാണ് ആഗ്രഹിക്കുന്നത്? അടുത്ത 5 വർഷം ഇവിടെ ഒരു MP എന്നുള്ള നിലയിൽ ഈ 2 എൻ്റെ ഒപ്പോണൻസിനെ കഴിഞ്ഞും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാര്യം ഒരാൾ 15 വർഷമായിട്ട് ഇവിടെ ഒരു MP ആണ്. പക്ഷേ ഇവിടെ എവിടെ നോക്കിയാലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. മറ്റൊരാൾ ഇവിടെ ധനകാര്യമന്ത്രി പോലും ആയിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ കേരളം ഇന്ന് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായതുകൊണ്ട് അവർക്കിന്ന് ഒരു വികസന പ്രോജക്റ്റും കൊണ്ടുവരാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്ത മാനിഫെസ്റ്റോയിൽ അടുത്ത 5 വർഷം ഒരു സമഗ്ര വികസനത്തിനുള്ളൊരു പദ്ധതികളാണ് ഞാൻ അതിൽ പ്രപ്പോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ശബരിമലയുടെ കാര്യം നോക്കിയാൽ തന്നെ ഇപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും പവിത്രമായ ഒരു ഭൂമിയിലൊന്ന് ശബരിമലയാണ്. പ്രതിവർഷം 50-60 രാജ്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ വരുന്നു. ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നു എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന്. ഇവിടെ മലയാളികൾ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുന്നു. അപ്പം വലിയൊരു റിലീജിയസ് ഹോട്ട്സ്പോട്ടാണത്. അതുപോലെ തന്നെ ശരിക്കും ഈ മണ്ഡലത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശബരിമല, അതുപോലെ എരുമേലി ജമാഅത്ത് പള്ളിയുണ്ട്. ഇപ്പം ശബരിമലയിലൊക്കെ പോകുന്നവരൊക്കെ ആദ്യം അവിടെ പോയി തേങ്ങ ഉടച്ചിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത്. പരിമല പള്ളിയുണ്ട്. പിന്നെ ആറന്മുള വള്ളംകളി നടക്കുന്നു, ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നു, മാരമൺ കൺവെൻഷൻ നടക്കുന്നു. അപ്പം വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റാൻ പൊട്ടൻഷ്യലുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം അയോധ്യയോ അല്ലെങ്കിൽ വാരണാസി, അതോ തിരുപ്പതി, സോംനാഥ് ഇവിടെയൊക്കെ പോകുമ്പോഴത്തേന് നമ്മൾ കാണുന്നത് അവിടുത്തെ റിലീജിയസ് ട്രെയിൻസ് ഉണ്ട്.
അതോടൊപ്പം തന്നെ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അത് കാരണം ആൾക്കാർക്ക് അവിടെ വരാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ 8 വരി 10 വരി പാതകൾ കാണാം, നല്ല ലോകാത്തര നിലവാരമുള്ള എയർപോർട്ടുണ്ട്, ഹെലിപ്പാഡുകളുണ്ട്. അതുപോലെ ഇപ്പം ലോകത്തിലെ എല്ലാ ഗ്ലോബൽ ഹോട്ടൽ ചെയിൻസും അതുപോലെ എല്ലാ തരം ആൾക്കാർക്കും താമസിക്കാൻ നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയത് കാരണം കോടിക്കണക്കിന് ആൾക്കാരാണെന്ന് തിരുപ്പതിയിലും വാരണാസിയിലും അയോധ്യയിലും എല്ലാം പോകുന്നത്. അതിൻ്റെ പൊട്ടൻഷ്യൽ ശബരിമലയ്ക്കുണ്ട്. അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് ഇന്ന് മോദിജി നയിക്കുന്ന പാർട്ടിക്കല്ലാതെ മറ്റാർക്കാണ് ചെയ്യാൻ സാധിക്കുന്നത്? കാര്യം നമ്മളിത് ഇന്ത്യയിൽ എല്ലായിടത്തും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഇവിടെ ചെയ്തിട്ടില്ല. അപ്പം ശബരിമലയ്ക്കും ഇതൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റാനുള്ള ലോകാത്തര നിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ട്രാൻസിറ്റ് പോയിന്റുകൾ, ഇപ്പം റെയിൽവേ പോയിന്റുകൾ, അതുപോലെ എയർപോർട്ടിൻ്റെ ഫീസിബിലിറ്റി പഠിക്കണം. കാര്യം പലരും പ്രപ്പോസ് ചെയ്തതാണ്, പല കാരണങ്ങളാൽ നടന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ എന്നോട് ജനങ്ങൾ പറയുന്നത് അവർക്കത് താല്പര്യമുള്ള കാര്യമാണെന്നാണ്. കാര്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ NRI പോപ്പുലേഷൻ ഉള്ള മണ്ഡലത്തിലൊന്ന് ഇതാണ്, പത്തനംതിട്ടയാണ്. പക്ഷേ അവർക്കിന്ന് കൊച്ചിയിൽ പോകണം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരണം, എന്നിട്ട് 3-4 മണിക്കൂർ ഡ്രൈവ് ചെയ്താലേ ഇവിടെ എത്തത്തുള്ളൂ. അപ്പം പക്ഷേ ഈ പത്തനംതിട്ട ജില്ലയിലുള്ള ഓരോ വീട്ടിലും അവരുടെ റിലേറ്റീവ്സ് NRIs ആണ്. അപ്പം അവരൊക്കെ എന്നോട് പറയുന്നത് എയർപോർട്ട് വന്നാൽ അവർക്ക് ഇങ്ങോട്ട് വരാൻ സൗകര്യമാണ്. അതുമാത്രമല്ല, ഇത്രയും റിലീജിയസ് കൾച്ചറൽ ഏരിയാസ് ഉള്ള ഒരു സ്ഥലത്ത് നല്ല ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ടെങ്കിൽ, അതായത് എയർലൈൻ, റെയിൽവേ ലൈൻ, നല്ല റോഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് വരുന്നതിനെ കഴിഞ്ഞും വളരെ അപ്പം കോടിക്കണക്കിന് ആൾക്കാർ വരാൻ പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ്. അത് ഇവിടുത്തെ ഇക്കോണമീനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. അതുപോലെ ഇത്രയും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഒരുപാട് വ്യവസായികൾ ഇവിടെ വരും, ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പം ഈ ഏരിയ ഒരു ഡ്രാസ്റ്റിക്കലി ട്രാൻസ്ഫോം ചെയ്യാനുള്ളൊരു ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത്.